ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ലഡു ആണ്. ഈ ലഡു നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, വീട്ടിലുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 10 ബിസ്ക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ആരോ റൂട്ടിൻ്റെ ഒക്കെ പോലത്തെ ബിസ്ക്കറ്റാണ്. അപ്പോൾ നാട്ടിലത് ആരോ റൂട്ടിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടും. ഇവിടെ റിച്ച് ടീ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിട്ടുക. ഇതിപ്പം അങ്ങനെ ആരോ റൂട്ട് വേണമെന്നൊന്നുമില്ല, ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ആരോ റൂട്ട് ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആണ് എന്നാണ് നമ്മുടെ ഒരു വെയ്പ്പ്. അതുകൊണ്ടാണ് ഞാൻ ആരോ റൂട്ട് ഇന്ന് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ബിസ്ക്കറ്റുകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഒടിച്ചിട്ടിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് എല്ലാ ബിസ്ക്കറ്റ്സും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 40 സെക്കൻഡോളം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിപ്പം ഫുൾ ഫാറ്റ് മിൽക്ക് ആണെങ്കിലും അല്ലെങ്കിൽ സെമി സ്കിംഡ് മിൽക്ക് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കും. എന്ത് പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ പാലിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, തികച്ചും ഓപ്ഷണലാണ്. ഇപ്പം നമ്മൾ ആരോ റൂട്ട് ബിസ്ക്കറ്റിന് പൊതുവേ മധുരം കുറവല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. അടുത്തത് ഞാൻ ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്, വേണം എന്നൊരു നിർബന്ധമില്ല. പിന്നെ ഞാൻ അല്പം കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഇട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്പം കശുവണ്ടിയോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ഒക്കെ ഒന്ന് പൊടിച്ച് ഈ ഒരു പാലിൻ്റെ മിക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലഡു കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളമുള്ള നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ് കേട്ടോ, കാരണം നെയ്യൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഉണ്ടയൊക്കെ ആയിട്ട് പിടിക്കാനൊക്കെ ആയിട്ടൊരു മയം കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോവിലോട്ട് മാറ്റണം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു പാല് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊരു കുഴയ്ക്കാൻ പാകത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ ഇങ്ങനെ ചിലത് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴയ്ക്കാൻ നമുക്ക് ഉണ്ട പിടിക്കാനൊക്കെ പാകത്തിന്. ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു മിനിറ്റോളൊക്കെ സമയം എടുത്ത് നമുക്കൊന്ന് കുഴച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ അല്പം നെയ്യ് ഒന്ന് അടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കയ്യിലൊന്ന് പുരട്ടി നമുക്കിത് സാധാരണ നമ്മളെങ്ങനെയാണ് ഉരുളകളാക്കുക ലഡുവിൻ്റെ, അതേപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കാം. നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പോലത്തെ ഒരു റെസിപ്പി ഞാൻ മുന്നേ പേടയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പേട നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇതിന് ഇച്ചിരി കൂടെ സ്വാദ് കൂടുതലാണ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതിനകത്ത് നമ്മൾ ആ പാലൊക്കെ ഒന്ന് ക്രീമി ആയിട്ട് വരുന്നത് കൊണ്ട് ഇതിന് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പേട കഴിച്ചിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ഒത്തിരി പേര് അത് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഉണ്ടകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കശുവണ്ടിയൊക്കെ ഇതുപോലെ നമ്മൾ സാധാരണ ലഡുവിലൊക്കെ നമുക്കിങ്ങനെ കശുവണ്ടി ഒക്കെ ചില ലഡുവിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ കശുവണ്ടി വെക്കണതും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ വെക്കണതും. അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നനുസരിച്ച് അതങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടകളാക്കിയിട്ട് വരാം. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു സൂപ്പർ ലഡു ഇവിടെ റെഡിയാണ്. ഇത് സൂപ്പർ സ്വാദാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും നമുക്ക് പാർലിജി വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാക്കാം, എങ്ങനത്തെ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈവൻ നമുക്ക് ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ടും ആണെങ്കിലും ഉണ്ടാക്കാം. അതാകുമ്പോൾ ഇച്ചിരി കൂടെ ഇച്ചിരി ഉപ്പൊക്കെയും കൂടെ ചേർന്ന് വേറൊരു സ്വാദാണ്.
അപ്പോൾ ഇന്ന് ആരോ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഉള്ളൊക്കെ നോക്കിക്ക് നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഒരു 4 ദിവസം വരെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.